بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം യഥാവിധം ക്രമപ്പെടുത്തണമെന്ന് ഉണർത്തുകയും ദീനിന്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അൽ അഖീദത്തുൽ വാസിത്തിയ്യയിൽ ഖദറിനെ കുറിച്ചുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈമാനിനെ കുറിച്ച്, അഖീദയെ കുറിച്ചുള്ള വിഷയമാണ്. അതിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം രണ്ട് ദറജയിലാണെന്നും ഓരോ ദറജയും രണ്ട് വിഷയങ്ങൾ, രണ്ട് സംഗതികൾ ഉൾക്കൊള്ളുന്നുവെന്നും ഉണർത്തി ഒരു ദറജയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അഥവാ അൽ ഈമാൻ ബി അന്ന അല്ലാഹ അലിമ മൽ ഖൽഖ് ആമിലൂന ബി ഇൽമിഹിൽ ഖദീം അല്ലദീ ഹുവ മൗസൂഫുൻ ബിഹി അസലൻ വ അബദ وعلم جميع أحواله من الطاعات والمعاصي والأرزاق والآجال ثم كتب الله تعالى في اللوح المحفوظ مقادير الخلق. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു ദറജ ഖളാ ഖദറിന്റെ വിഷയത്തിൽ. അത് രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒന്ന് അള്ളാഹുവിൻ്റെ അറിവ്, രണ്ടാമത്തേത് അറിഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ-ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി എഴുതി എന്നത്. ഇനി രണ്ടാമത്തെ ദറജയെക്കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നു, വഅമ്മ അദ്ദറജത്തു الثانية فهي مشيئة الله تعالى النافذة وقدرته الشاملة وهو الإيمان بأن ما شاء الله كان وما لم يشأ لم يكن وأنه ما في السماوات والأرض من حركة ولا سكون إلا بمشيئة الله سبحانه لا يكون في ملكه إلا ما يريد وأنه سبحانه وتعالى على كل شيء قدير من الموجودات والمعدومات فما من مخلوق في الأرض ولا في السماء إلا الله خالقه سبحانه لا خالق غيره ولا رب سواه. തുടങ്ങി ഷെയ്ഖുൽ ഇസ്ലാം ഖളാ ഖദറിൽ അതിൻ്റെ രണ്ടാമത്തെ ദറജയെയാണ് ഇവിടെ ഉണർത്തുന്നത്. വഅമ്മ ദറജത്തു സാനിയ, ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, എന്നാൽ രണ്ടാമത്തെ ദറജ അഥവാ ഖളാ ഖദറിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ, ഈമാൻ, അത് രണ്ട് ദറജകളിലായിട്ടാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ ഇൽമ്, അത് ഇൽമിനെയും കിതാബത്തിനെയും ഉൾക്കൊള്ളുന്നു. രണ്ടാമത്തേത് അത് ഫഹിയ മശീഅത്തുല്ലാഹി തആല അന്നാഫിദ വ ഖുദ്റതുഹു ശാമില, അള്ളാഹുവിൻ്റെ മശീഅത്താണ് രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ ഉദ്ദേശം. മശീഅത്തുല്ലാഹി നാഫിദ, അള്ളാഹുവിൻ്റെ നാഫിദത്തായ മശീഅത്ത്.
നാഫിദത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളിലും നടപ്പിലാകുന്നതായ അള്ളാഹുവിൻ്റെ ഉദ്ദേശം വേണ്ടുക. അള്ളാഹുവിൻ്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടതാകട്ടെ, പടപ്പുകളുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടതാകട്ടെ, അള്ളാഹുവിൻ്റെ ഉദ്ദേശം അത് നടപ്പിലാകും. അതാണ് മശീഅത്തുല്ലാഹി നാഫിദ, നടപ്പിലാകുന്നതായ അള്ളാഹുവിൻ്റെ ഉദ്ദേശം. വഖുദ്റത്തുഹു ശാമില, എല്ലാത്തിനെയും ഉൾക്കൊണ്ടതായ അള്ളാഹുവിൻ്റെ കഴിവ്. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തുടർത്തി പറയുന്നത്. രണ്ടാമത്തെ ദർജ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മശീഅത്താണ്, ഉദ്ദേശമാണ്. അള്ളാഹു അറിഞ്ഞത് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ രേഖപ്പെടുത്തപ്പെട്ടത് സംഭവിക്കണം എന്നുള്ളത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് മശീഅത്തുള്ള അള്ളാഹുവിൻ്റെ ഉദ്ദേശം. അത് നാഫിദത്താണ്, അത് നടപ്പിലാകും. എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത് അതാണ് നടപ്പിലാവുക. പ്രസ്തുത ഉദ്ദേശം അതേപോലെ തന്നെ ഖുദ്റത്തുഹു ശാമില, എല്ലാത്തിനെയും ഉൾക്കൊണ്ടതായ അള്ളാഹുവിൻ്റെ കഴിവ്. അപ്പൊ അള്ളാഹുവിൻ്റെ ഉദ്ദേശവും അള്ളാഹുവിൻ്റെ ഖുദ്റത്തും കഴിവും അതാണ് രണ്ടാമത്തെ ദറജ. അതെന്താണ്? അത് ശൈഖുൽ ഇസ്ലാം വിശദീകരിക്കുന്നു. വഹുവൽ ഈമാനു ബിഅന്ന മാ ശാ അല്ലാഹ്, അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് ഖാൻ, അതുണ്ടാകും. വമാ ലം യശ, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലാത്തത് ലം യകുൻ, അതുണ്ടാവുകയില്ല. മാത്രമല്ല വഅന്നഹു മാ ഫിസ് സമാവാതി വൽ അർളി മിൻ ഹറകത്തിൻ, വാനങ്ങളിലും ഭൂമിയിലും ഇല്ല, മിൻ ഹറകത്തിൻ ഒരു ചലനവും, വലാ സുകൂനിൻ ഒരു അടക്കവും, ഒരനക്കവും ഇല്ല, ഒരടക്കവുമില്ല, ഇല്ല ബി മശീഅത്തില്ലാഹി സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ ഉദ്ദേശം അനുസരിച്ചല്ലാതെ. ലാ യകൂനു ഫി മുൽക്കിഹി ഇല്ലാ മാ യുരീദ്, അള്ളാഹുവിൻ്റെ മുൽക്കിൽ, ആധിപത്യത്തിൽ അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ ഉണ്ടാവുകയില്ല. വഅന്നഹു സുബ്ഹാനഹു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും കഴിവേറെയുള്ളവനാണ്, കഴിവുറ്റവനാണ്. മിനൽ മൗജൂദാത്ത് വൽ മഅദൂമാത്ത്, പ്രസ്തുത സംഗതി അത് മൗജൂദാകട്ടെ മഅദൂമാത്ത് ആകട്ടെ. ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അള്ളാഹുവിൻ്റെ ഖദറിൽ അതിന് രണ്ടാമത്തെ ദർജ പറയുകയാണ്. അത് അള്ളാഹുവിൻ്റെ മശീഅത്താണ്. പ്രസ്തുത മശീഅത്ത് അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ്, അള്ളാഹുവിൻ്റെ വേണ്ടുകയാണ്. അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് അതാണ് നടപ്പിലാവുക. അത് നടപ്പിലാകുവാൻ അള്ളാഹുവിൻ്റെ കഴിവ് ഷാമിലത്താണ്, എല്ലാത്തിനും വ്യാപകമാണ്, ഒന്നും അതിന് ഒഴിവല്ല. ഈ പ്രപഞ്ചത്തിൽ അടക്കമായി അനക്കമായി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ ഉദ്ദേശമാണ്. അവൻ ഉദ്ദേശിച്ചത് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും, അവൻ ഉദ്ദേശിക്കാത്തത് ഉണ്ടാവുകയും ഇല്ല. അള്ളാഹുവിൻ്റെ മുൽക്കിൽ അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവൂ. അള്ളാഹുവിൻ്റെ മുൽക്കിൽ അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവൂ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മശീഅത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഇറാദത്തായിട്ടും അള്ളാഹുവിൻ്റെ തൃപ്തിയായിട്ടും അതിന് രണ്ട് രീതിയിൽ വിവക്ഷയുണ്ട്. അള്ളാഹുവിൻ്റെ മശീഅത്ത് അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്ന വിവക്ഷയിലാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ചാണ് എല്ലാം സംഭവിക്കുക. എന്നാൽ അള്ളാഹുവിൻ്റെ മശീഅത്തിന് അള്ളാഹുവിൻ്റെ റിദ, തൃപ്തി എന്ന വിവക്ഷയുണ്ട്. ആ വിവക്ഷ പ്രകാരം അള്ളാഹു ഉദ്ദേശിച്ചത് അഥവാ അള്ളാഹു തൃപ്തിപ്പെട്ടത് നടന്നുകൊള്ളണം എന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നിശ്ചയിച്ചത് തീരുമാനിച്ചത് അതെവിടെ സംഭവിക്കൂ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രീതിപ്പെടുന്നത്, അടിയാറുകൾക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്താ? അടിയാറുകൾ വിശ്വാസികളാവുക, അവർ സച്ചരിതരാവുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹു തൃപ്തിപ്പെടുന്നത്. പക്ഷെ ആ തൃപ്തിപ്പെടുന്നത് സംഭവിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യന്മാരിൽ അള്ളാഹ്ക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ കുഫ്റായി, ഫിസ്കായി,
സംഭവിക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതല്ല. ആ രീതിയിലാണ് അള്ളാഹു ഉദ്ദേശിച്ചതല്ല, അള്ളാഹുവിൻ്റെ മശീഅത്ത് അല്ല എന്ന് പറയുന്നത്. ഈ ഒരു വേർതിരിവ് മശീഅത്തിൻ്റെ അർത്ഥത്തിൽ, ഉദ്ദേശത്തിൽ ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആളുകൾ ഈ മശീഅത്തിൻ്റെ വിഷയത്തിൽ ആശയക്കുഴപ്പത്തിലോ അപകടത്തിലാവൂല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മശീഅത്ത് അവൻ്റെ ഇറാദത്തായിട്ട് പറയും, ഉദ്ദേശമായിട്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതേ ഇവിടെ സംഭവിക്കൂ. എന്നാൽ അള്ളാഹുവിൻ്റെ റിദ, തൃപ്തി, അതിൻ്റെ അർത്ഥത്തിൽ, ഉദ്ദേശത്തിൽ മശീഅത്തിനെ പ്രയോഗിക്കും. എങ്കിൽ ആ മശീഅത്ത് കൊണ്ടുള്ള ഉദ്ദേശം അത് എല്ലാം ഇവിടെ നടക്കും എന്നുള്ളതല്ല. പിന്നെ അള്ളാഹുവിൻ്റെ മശീഅത്തിന് അഥവാ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് എതിരിൽ ഇവിടെ സംഭവിക്കും. അള്ളാഹു എല്ലാ പടപ്പുകളും വിശ്വാസികളാകണം എന്നുള്ളതാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ പടപ്പുകളിൽ പലരും അള്ളാഹ്ക്ക് അനിഷ്ടകരമായ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും അതേപോലെ തന്നെ മഅസിയത്തിൻ്റെയും അതേപോലെ തന്നെ ഹറാമിൻ്റെയും പ്രവർത്തികൾ ചെയ്യുന്നു. അള്ളാഹ്ക്ക് അനിഷ്ടകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ആ രണ്ട് വിവക്ഷ അള്ളാഹുവിൻ്റെ മശീഅത്ത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇറാദത്തിന് ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു അൻ യതൂബ അലൈക്കും, നിങ്ങൾക്ക് പുറത്തു തരാൻ. അവിടെ യുരീദു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു യുഹിബ്ബു എന്നാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉദ്ദേശിക്കുന്നത് അവരുടെ തൗബയാണ്. പക്ഷേ തൗബ ചെയ്യാത്ത മനുഷ്യന്മാരില്ലേ? അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഉദ്ദേശം നടന്നില്ല എന്നുള്ളതല്ല, പ്രത്യേക അള്ളാഹുവിൻ്റെ മഹബത്ത്, റിദ നടന്നില്ല, ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതോടൊപ്പം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, വഅന്നഹു സുബ്ഹാനഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുറ്റവനാണ്. മിനൽ മൗജൂദാത്ത് വൽ മഅദൂമാത്ത്, ആ സംഗതി അത് മൗജൂദാത്ത് ആകട്ടെ മഅദൂമാത്ത് ആകട്ടെ. മൗജൂദാത്ത് എന്ന് പറഞ്ഞാൽ ഉള്ള വസ്തുക്കൾ, ഉള്ള വസ്തുക്കളെ ഇല്ലാതാക്കാൻ അള്ളാഹ്ക്ക് കഴിയും, ഉള്ള വസ്തുക്കളെ മാറ്റം വരുത്താൻ അള്ളാഹ്ക്ക് കഴിയും. അപ്പോൾ ഉള്ള വസ്തുക്കൾ അതിനെ അള്ളാഹു ഇല്ലായ്മ ചെയ്യുന്നു, നശിപ്പിക്കുന്നു. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റം വരുത്തുന്നു. കാരണം അള്ളാഹ്ക്ക് അതിന് ഖുദ്റത്തുണ്ട്. അതേപോലെ തന്നെ മഅദൂമാത്തുണ്ട്, ഇല്ലാത്ത വസ്തുക്കൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവക്ക് ഉണ്മ പകരുന്നു. അവയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നു, പടക്കുന്നു. അവ അള്ളാഹു അതിലൊക്കെ കഴിവുള്ളവനാകുന്നു. ഫമാ മിൻ മഖ്ലൂഖിൻ ഫിൽ അർളി വലാ ഫിസ് സമാ ഇല്ല അല്ലാഹു ഖാലിഖുഹു സുബ്ഹാനഹു ലാ ഖാലിഖ ഗൈറുഹു വലാ റബ്ബ സിവാ. ഫമാ മിൻ മഖ്ലൂഖിൻ ഫിൽ അർള്, ഭൂമിയിൽ യാതൊരു സൃഷ്ടിയുമില്ല, വലാ ഫിസ് സമാ, ആകാശത്തിലും, ഇല്ല അല്ലാഹ ഖാലിഖുഹു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇല്ല അല്ലാഹു ഖാലിഖുഹു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സൃഷ്ടാവ് ആകാതെ, എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹു ആകുന്നു. ലാ ഖാലിഖ ഗൈറുഹു, അള്ളാഹു അല്ലാതെ മറ്റൊരു ഖാലിഖില്ല, സൃഷ്ടാവില്ല. വലാ റബ്ബ സിവാഹു, അവൻ ഒഴികെ മറ്റൊരു റബ്ബുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ അർത്ഥത്തിൽ വേറെയും വചനങ്ങൾ കാണുവാൻ സാധിക്കും. അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ. ഒരു പടപ്പുകളുമില്ല, സൃഷ്ടാവുമില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ. വാനങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിലാകട്ടെ, അവരുടെയൊക്കെ സൃഷ്ടാവ് ഏകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. ഒരു ഈച്ചയെപ്പോലും പടക്കാൻ
ഒരു പടപ്പിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് ദുആ ഇരക്കുന്നവരോട് അല്ലാഹുവിന്റെ വെല്ലുവിളി, യാ അയ്യുഹന്നാസ് ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له. ജനങ്ങളെ, ഒരു ഉപമ പറയപ്പെടുന്നു, നിങ്ങൾ അതിന് കാത് കൊടുത്ത് അത് സാഗൂതം കേൾക്കുക. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവോടൊപ്പം നിങ്ങൾ ദുആ ഇരക്കുന്നവർ, ലൻ യഖ്ലുഖൂ ദുബാബ, അവർ ഒരു ഈച്ചയെ പോലും പടക്കുകയില്ല. വലൗ ഇജ്തമഊ ലഹു, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയെങ്കിലും അവർക്ക് ഒരു ഈച്ചയെ പോലും പടക്കാനാവുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ ഉണർത്തുന്നത്. അപ്പോൾ ഒരു ഈച്ചനെ പോലും പടച്ച ഒരാളുമില്ല. മനുഷ്യന്മാർ ഒന്നടങ്കം ഒരുമിച്ച് കൂടിയാലും ഒരു ഈച്ചയെപ്പോലും പടക്കാൻ അവർക്ക് ആവുകയുമില്ല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു വാനങ്ങളിലും ഭൂമികളിലുമുള്ള എല്ലാത്തിൻ്റെയും ഖാലിഖ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളെയും പടച്ചിരിക്കുന്നു. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. വല്ലാഹു ഖലഖക്കും, അല്ലാഹു നിങ്ങളെ പടച്ചിരിക്കുന്നു. വമാ തഅമലൂൻ, നിങ്ങളുടെ കർമ്മങ്ങളെയും. ഇവിടെ വമാ തഅമലൂൻ എന്ന് പറഞ്ഞാൽ വ അമലക്കും എന്നാണ്. അല്ലാഹു ഖലഖക്കും വ അമലക്കും, നിങ്ങളുടെ അമലുകളെയും നിങ്ങളെയും പടച്ചത് അല്ലാഹു ആകുന്നു. ഈ മാ ഇവിടെ മാ മസ്ദരിയയാണ്. ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശത്തെ സ്ഥാപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആയത്തുമാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ഖാലിഖ് എന്നുള്ള വിശേഷണത്തിന് നിരക്കാത്ത ചില വാദങ്ങൾ ഖദരിയ കക്ഷികളും അതേപോലെ ജബരിയ കക്ഷികളും ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഖദരിയ കക്ഷിയുടെ വാദം ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തുടർത്തി ഉണർത്തുന്നുണ്ട്. അവിടെ നമുക്ക് വിശദീകരിക്കാം. അതിൽ അടിയാറുകളുടെ കർമ്മങ്ങൾ അത് അവരുടെ സൃഷ്ടികളാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടി അല്ല എന്നുള്ള ഒരു വാദമുണ്ട്. അതിന് എതിരാണ്, ആ വാദത്തിനെതിരാണ് ഈ വചനം വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ എന്ന് പറയുന്നതായ വചനം. ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഫമാ മിൻ മഖ്ലൂഖിൻ ഫിൽ അർദി വലാ ഫിസ് സമാ ഇല്ല അല്ലാഹു ഖാലിഖുഹു സുബ്ഹാനഹു ലാ ഖാലിഖ ഗൈറുഹു വലാ റബ്ബ സിവാഹു. അല്ലാഹു അല്ലാതെ മറ്റൊരു ഖാലിഖില്ല, അവനല്ലാതെ മറ്റൊരു റബ്ബുമില്ല. ഇത് മനസ്സിലാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളിലേക്ക് ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടപ്പുകളുടെ ഖൽഖായിട്ട് ചിത്രരചനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഹദീസ് വായിക്കുമ്പോൾ ചിലർ ഇഷ്കാല് പറയും. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ അല്ലദീന യുദാഹിഊന ഖൽഖല്ലാഹ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് തുല്യത കാണിക്കുന്നവർ അവരാണ് അന്ത്യനാളിൽ കഠിനമായ ശിക്ഷക്കർഹർ. അതുകൊണ്ട് ഉദ്ദേശം ആരാ? അൽ മുസവ്വിറൂൻ, ചിത്രരചന നടത്തുന്നവർ, രൂപപ്പെടുത്തൽ നടത്തുന്നവരാണ്. യുഖാലു ലഹും, അവരോട് പറയപ്പെടും, നരകത്തീയിൽ ശിക്ഷിക്കപ്പെടുന്ന മുസവ്വിരീങ്ങളോട് പറയപ്പെടും, അഹ്യു മാ ഖലഖ്തും, നിങ്ങൾ പടച്ചത് അതിന് നിങ്ങൾ ജീവൻ ഇടുക എന്ന് പറയുന്നു. അപ്പൊ അഹ്യു, നിങ്ങൾ ജീവൻ ഇടുക, മാ ഖലഖ്തും, നിങ്ങൾ പടച്ചതിനെ എന്ന് പറയും. അവിടെ ഖൽഖ്, പടക്കുക എന്നുള്ള പ്രവൃത്തിയെ പടപ്പുകളിലേക്ക് ചേർത്ത്, അതിനർത്ഥം പടപ്പുകൾ ഖാലിഖീങ്ങളാണെന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നതും തേടുന്നതും ഒരിക്കലും
പടപ്പുകളിലേക്ക് ഖൽഖ് എന്നുള്ള പ്രവൃത്തിയെ ചേർക്കുമ്പോൾ ഇല്ല. കാരണം എന്തുകൊണ്ട്? അള്ളാഹു ഖാലിഖ് എന്ന് പറയുമ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ പകരുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ പകരുന്നവൻ എന്ന അർത്ഥത്തിലാണ് അള്ളാഹു ഖാലിഖ്. എന്നാൽ പടപ്പുകൾ ഒരിക്കലും അങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ പകരുന്നവരല്ല. ഒരു ഈച്ചനെ പോലും പടക്കാനാവാത്തവരാണ് പടപ്പുകൾ. ആ പടപ്പുകളിലേക്ക് ഖൽഖ് ചേർക്കുമ്പോൾ, സൃഷ്ടിക്കുക എന്നുള്ള പ്രവൃത്തിയെ ചേർക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താ? പടച്ചിട്ടതിനെ രൂപപ്പെടുത്തുക, ഉള്ള രൂപത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് ഒരു മരക്കഷ്ണം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മരമായിട്ട് പടച്ചതാ. പടപ്പ് ചെയ്യണ എന്താണ്? ആ മരക്കഷ്ണം അതുകൊണ്ട് ആത്മാവുള്ളവയുടെ രൂപം ഉണ്ടാക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പടപ്പുകളിലേക്ക് ഖൽഖ് ചേർക്കുമ്പോൾ ഒരിക്കലും അള്ളാഹുവിലേക്ക് ഖൽഖ് എന്നുള്ള പ്രവൃത്തിയെ ചേർക്കുന്നത് പോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വത്തിനും അവന്റെ സമ്പൂർണതക്കും അനുയോജ്യമ വിധം ഖൽഖ് നിർവഹിക്കുന്നവനാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ പകരുന്ന ഖൽഖ് ഒരിക്കലും പടപ്പുകൾക്ക് ഇല്ല. റബ്ബ് എന്നുള്ള പ്രയോഗം നടത്തുമ്പോഴും അതിന്റെ തേട്ടം അങ്ങനെയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞു, ലാ റബ്ബ സിവ, അല്ലാഹു അല്ലാതെ റബ്ബില്ല. അള്ളാഹുവിനാണെന്ത്? സമ്പൂർണമായ റുബൂബിയത്ത്, രക്ഷാകർതൃത്വം. എന്നാൽ ചില തിരുമൊഴികളിൽ കാണാം പടപ്പുകളിലേക്ക് ചേർത്ത് റബ്ബ് എന്ന് പറഞ്ഞത്. ഇപ്പോ ഒട്ടകത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഒട്ടകം, നഷ്ടപ്പെട്ട ഒട്ടകത്തെ, ഏതൊരു വസ്തുവും നഷ്ടപ്പെട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹറമിലൊഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടത് എടുത്ത് അതിൻ്റെ ആളുകൾക്ക് എത്തിക്കാൻ ശ്രമിക്കലാണ് ഉത്തമം. എന്നാൽ ഒട്ടകത്തിന്റെ വിഷയത്തിൽ പറഞ്ഞാൽ എന്താ? ഒരൊട്ടകം വഴി തെറ്റിയതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തെ അങ്ങനെ പിടിച്ചേക്കാൻ പാടുള്ളതല്ല, പിന്നെ അതിന്റെ പാട്ടിൽ വിടുക വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹത്താ യജിദഹ റബ്ബുഹ, ആ ഒട്ടകത്തിന്റെ റബ്ബ് കണ്ടെത്തുന്നത് വരെ എന്നാണ്. അവിടെ ഒട്ടകത്തിന്റെ റബ്ബ് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ സാഹിബ് എന്ന അർത്ഥം, ഉടമ. അതേപോലെ ഹദീസ് ജിബ്രീലിൽ കാണാം അന്ത്യനാളിന്റെ അലാമത്തിനെ കുറിച്ച് പറഞ്ഞ് അന്ത്യനാളിന്റെ അലാമത്തിൽപ്പെട്ടതാണ്, അടയാളങ്ങളിൽപ്പെട്ടതാണ് ഹത്ത തെലിദൽ അമതു റബ്ബഹ, അടിമ സ്ത്രീ അതിന്റെ റബ്ബിനെ പ്രസവിക്കുക എന്ന് പറഞ്ഞു, ഉടമയെ പ്രസവിക്കുക. അവിടെ റബ്ബ് എന്ന് പറഞ്ഞു. അപ്പൊ ലാ റബ്ബ സിവ, അള്ളാഹു അല്ലാതെ റബ്ബില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു റബ്ബ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ലേക്ക് ചേർത്തതായ റുബൂബിയത്ത് അത് ആമു ആണ്, എല്ലാത്തിൻ്റെയും റബ്ബ്, പരിപാലകൻ, സൃഷ്ടാവ്, അവയുടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നവൻ, അത് സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള രക്ഷാകർതൃത്വമാണ്. അള്ളാഹു റബ്ബ് എന്ന് പറയുമ്പോൾ പടപ്പുകളിൽ ആ അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിൽ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടില്ല. കാരണം അള്ളാഹുവിൻ്റെ പ്രവൃത്തിയൊക്കെ അവൻ്റെ കാരുണ്യത്തിൻ്റെയും അവൻ്റെ യുക്തിയുടെയും തേട്ടമനുസരിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ രക്ഷാകർതൃത്വം അത് സമ്പൂർണമാണ്, അത് തികഞ്ഞ യുക്തിയുടെയും ഹിക്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. എന്നാൽ പടപ്പുകളിലേക്ക് റബ്ബ് എന്നുള്ളത് ചേർക്കുമ്പോൾ അത് പരിമിതമായ കുറവുള്ള ആശയത്തിലാണ്. അതേതൊരു വസ്തുവുമായിട്ട് ചേർത്തോ ഏതൊരു വ്യക്തിയുമായി ചേർത്തോ അതിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള റുബൂബിയത്തിന്റെ മാനയിലോ ആ തേട്ടത്തിലോ അല്ല. പ്രത്യുത പടപ്പ് സൃഷ്ടി എന്നുള്ള ആ കുറവും പോരായ്മയും ആ ചേർത്തലിനുണ്ട് എന്നർത്ഥം. ലാ ഖാലിഖ ഗൈറുഹു വലാ റബ്ബ സിവാഹു എന്നുള്ളിടത്ത് ഈ ഒരു വിഷയം അനുബന്ധമായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തുടർത്തി പറഞ്ഞു, വഖദ് അമറൽ ഇബാദ ബിതാഅതിഹി വതാഅതി റസൂലിഹി വനഹാഹും അൻ മഅസിയതിഹി. വഖദ് അമറൽ ഇബാദ്, അല്ലാഹു തന്റെ ദാസന്മാരോട് കൽപ്പിച്ചു, ബിതാഅതിഹി, അല്ലാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ,
വതാഅത്തി റുസുലിഹി, അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾക്കും വഴിപ്പെട്ട് ജീവിക്കുവാൻ. വനഹാഹും, അള്ളാഹു പടപ്പുകളോട് വിരോധിച്ചു, അൻ മഅസിയതിഹി, അള്ളാഹുവെ ധിക്കരിക്കുന്നതിനെ തൊട്ട് അവരെ വിരോധിച്ചു. വഹുവ സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വതആല യുഹിബ്ബുൽ മുത്തഖീൻ, അവൻ മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവർ, അള്ളാഹു കൽപ്പിച്ചത് പ്രയോഗവൽക്കരിച്ച് അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടകന്ന് ജീവിക്കുന്നവനാണ് മുത്തഖി. അങ്ങനെയുള്ള മുത്തഖികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വൽ മുഹ്സിനീൻ, അള്ളാഹു മുഹ്സിനീങ്ങളെയും ഇഷ്ടപ്പെടുന്നു. വൽ മുഖ്സിതീൻ, അള്ളാഹു നീതിമാന്മാരെയും നീതി കാണിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക, അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കുള്ള ഇബാദത്തിൽ ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ കാണുന്നു എന്ന ബോധത്തിൽ, നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാണുന്നു എന്ന ബോധത്തിൽ ഇബാദത്ത് അനുഷ്ഠിക്കലാണ്. പടപ്പുകളോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാലോ അവരോടുള്ള സൽ പെരുമാറ്റവും മൃദുല പെരുമാറ്റമാണ്. അങ്ങനെ ഇഹ്സാനുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അതേപോലെ മുത്തഖീങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമസ്തഖാമു ലക്കും ഫസ്തഖീമു ലഹും ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അതേപോലെ നീതി പാലിക്കുന്നവരുടെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞു, വഅഖ്സിതു, നിങ്ങൾ നീതി പാലിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു മുഖ്സിതീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു ഈ വിശേഷണങ്ങളുള്ള ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്നു. വയർദ അനില്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ശൈഖുൽ ഇസ്ലാം തുടർത്തി പറയാണ്, വയർദ, അല്ലാഹു പ്രീതിപ്പെടുന്നു, അനില്ലദീന ആമനു, വിശ്വസിക്കുകയും, വഅമിലു സ്വാലിഹാത്ത്, വഅമിലു അൽ അമാല സ്വാലിഹാത്ത് എന്നർത്ഥം, സൽ പ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഉലൈക ഹും ഖൈറുൽ ബരിയ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്ൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ റളിയല്ലാഹു അൻഹു വറദു അൻ ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിച്ച് അംഗീകരിക്കുകയും സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, ഉലൈക ഹും ഖൈറുൽ ബരിയ, അവരാകുന്നു സൃഷ്ടികളിൽ ഉത്തമന്മാർ. ജസാഉഹും ഇൻദ റബ്ബിഹിം, അവർക്കുള്ള പ്രതിഫലം അവരുടെ റബ്ബിങ്കൽ ഉണ്ട്. അതെന്താ? ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, താഴ്ഭാഗങ്ങളിൽ നദികൾ ഒഴുകുന്നതായ സ്വർഗീയ തോട്ടങ്ങളാണ്. ഖാലിദീന ഫീഹ അബദ, സുഹൃതം പ്രവർത്തിക്കുകയും സത്യവിശ്വാസം പുൽകുകയും ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്നേക്കുമായി വസിക്കുന്നവരായിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ പ്രീതിപ്പെട്ടിരിക്കുന്നു, വറദു അൻ, അവർ അല്ലാഹുവേയും പ്രീതിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വയർള അനില്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അല്ലാഹു അംഗീകരിക്കുകയും സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ പ്രീതിപ്പെടുന്നു എന്നുണർത്തിയത്. അതിന്റെ തെളിവ് വലാ യുഹിബ്ബുൽ കാഫിരീൻ, അല്ലാഹു കാഫിരീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല. വലാ യർദ അനിൽ ഖൗമിൽ ഫാസിഖീൻ, അല്ലാഹു ഫാസിഖീങ്ങളായ ജനതയെ ഇഷ്ടപ്പെടുകയില്ല, പ്രീതിപ്പെടുകയില്ല. വലാ യഅ്മുർ ബിൽ ഫഹ്ഷ, അല്ലാഹു ഫഹ്ഷാ കൊണ്ട് കൽപ്പിക്കൂല, നീചവൃത്തികൾ കൊണ്ട് കൽപ്പിക്കുകയില്ല. വലാ യർദ ലി ഇബാദിഹിൽ കുഫർ, അല്ലാഹു അവന്റെ ദാസന്മാർക്ക് കുഫറിനെ, അവിശ്വാസത്തെ ഇഷ്ടപ്പെടുകയില്ല. വലാ യുഹിബ്ബുൽ ഫസാദ്, അല്ലാഹു ഫസാദിനെയും ഇഷ്ടപ്പെടുകയില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല ഈ ആശയങ്ങൾ പറഞ്ഞിടുന്നത് ഒരു ആമുഖം എന്നോണാണ്. എന്തിന്? അതിന്റെ വെളിച്ചത്തിൽ ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തത്വം സ്ഥാപിക്കുവാനും ബിദഈ കക്ഷികളുടെ പിഴച്ച വാദങ്ങളെ എതിർക്കുവാനും. ഇവിടെ ഉണർത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല. ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അല്ലാഹു കാഫിരീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല. അതേപോലെ തന്നെ ഫഇൻ തർദൗ അൻഹും ഫഇന്നല്ലാഹ ലാ യർദ അനിൽ ഖൗമിൽ ഫാസിഖീൻ, അല്ലാഹു ഫാസിഖീങ്ങളായ ജനതയെ പ്രീതിപ്പെടുകയില്ല. ഫാസിഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നതിൽ നിന്ന് പുറത്തു പോയവന്,
അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നതിൽ നിന്ന് പുറത്ത് ചാടിയവൻ ഫിസ്ഖ്, അവനാണ് ഫാസിഖ്. ഫാസിഖ് കാഫിറിനും പറയും, വിശ്വാസിയായി തെറ്റ് പ്രവർത്തിക്കുന്നവനും ഫാസിഖ് എന്ന് പറയും. അപ്പം മുസ്ലിമീങ്ങൾക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്യുന്ന പാപിയെ ഫാസിഖ് എന്ന് പറയും. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു എന്നറില്ലേ. അവിടെ ഫാസിഖ് പറഞ്ഞാൽ മുസ്ലിമാണ് പക്ഷേ തെറ്റ് പ്രവർത്തിക്കുന്നവൻ. അതേപോലെ കാഫിറിന് ഫാസിഖ് എന്ന് പ്രയോഗിക്കും. അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ. മുഅ്മിനും ഫാസിഖും തുല്യാകൂല എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ മുഅ്മിനും കാഫിറും തുല്യാകൂല എന്ന മാനയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാസിഖ് എന്ന് പ്രയോഗിച്ചത്. ഏതായാലും ഫാസിഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. വലാ യഅ്മുറു ബിൽ ഫഹ്ഷ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഹ്ഷാ കൽപ്പിക്കൂല. ഫഹ്ഷ എന്ന് പറഞ്ഞാൽ എന്താ? നീചവൃത്തിയാണ്. ഖുൽ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ഷ, അല്ലാഹു നീചവൃത്തി കൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു സൂറത്ത് അറാഫിൽ. അതേപോലെ വലാ യർദാ ലി ഇബാദിഹിൽ കുഫർ, അല്ലാഹു തന്റെ ദാസന്മാർക്ക് കുഫറിനെ ഇഷ്ടപ്പെടുകയില്ല. ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, നിങ്ങൾ അവിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നിങ്ങളെ തൊട്ട് ഗനിയാണ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കേണ്ട, ഈമാൻ പുൽകേണ്ട ആവശ്യം അള്ളാഹ്ക്കല്ല, നിങ്ങൾക്കാണ്. അള്ളാഹു ഗനിയാണ്, ധന്യനാണ്. വലാ യർദാ ലി ഇബാദിഹിൽ കുഫർ, അള്ളാഹു ഒരിക്കലും തന്റെ ദാസന്മാർക്ക് കുഫർ ഇഷ്ടപ്പെടുന്നില്ല. അതേപോലെ വലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു ഫസാദും ഇഷ്ടപ്പെടുന്നില്ല. വഇദാ തവല്ലാ സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫിഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു ഫസാദിനെ ഇഷ്ടപ്പെടുകയില്ല. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവരെ പറഞ്ഞു, ഇഷ്ടപ്പെടുന്ന പ്രവൃത്തി പറഞ്ഞു. അള്ളാഹു ഇഷ്ടപ്പെടാത്തവരെ പറഞ്ഞു, ഇഷ്ടപ്പെടാത്ത പ്രവൃത്തിയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തുടർത്തി പറയുന്നത് വൽ ഇബാദു ഫാഇലൂന ഹഖീഖതൻ, വൽ ഇബാദ് ദാസന്മാർ, ഫാഇലൂൻ അവർ പ്രവർത്തിക്കുന്നവരാണ്, ഹഖീഖതൻ യഥാർത്ഥത്തിൽ. അപ്പൊ സൽപ്രവൃത്തി അനുഷ്ഠിക്കുന്നത് ആരാണ്? സത്യവിശ്വാസികളാണ്, അവരാണ് പ്രവർത്തിക്കുന്നത്. കുഫറിന്റെ പ്രവൃത്തികൾ കുഫറിന്റെ വാക്താക്കൾ പ്രവർത്തിക്കുന്നു. പക്ഷെ വല്ലാഹു ഖാലിഖു അഫ്ആലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവൃത്തികളെ പടക്കുന്നവനാണ്. അപ്പോ പ്രവൃത്തിയെ ചെയ്യുന്നത് ആരാണ്? ആളുകളാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെയും അവരുടെ പ്രവൃത്തികളെയും പടച്ചവനാണ്. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഉണർത്തുന്നത്. വൽ അബ്ദു, ഷെയ്ഖുൽ ഇസ്ലാം തുടർത്തി പറയാണ്, ദാസൻ ഹുവൽ മുഅ്മിനു വൽ കാഫിറു വൽ ബർറു വൽ ഫാജിറു വൽ മുസല്ലി വസ്സായിം. ഒരു ദാസൻ അവൻ മുഅ്മിനാണ്, അതേപോലെ വൽ കാഫിർ അവൻ ഒന്നുകിൽ കാഫിറാണ്, അവൻ അൽ ബർ പുണ്യാളനാണ്, അല്ലെങ്കിൽ വൽ ഫാജിർ ഫാജിറാണ്, വൽ മുസല്ലി വസ്സായിം. ഇങ്ങനെയൊക്കെയാണ് ദാസന്മാർ. മുഅ്മിനാണ്, കാഫിറാണ്, ഫാജിറാണ്, ബർറാണ്, മുസല്ലി നിസ്കരിക്കുന്നവനാണ്, സായി നോമ്പ് അനുഷ്ഠിക്കുന്നവനാണ്. ഇതൊക്കെ ദാസന്മാരെ കുറിച്ച് നമ്മൾ പറയും. വലിൽ ഇബാദി ഖുദ്റത്തുൻ അലാ അഅമാലിഹിം, വലിൽ ഇബാദ് ദാസന്മാർക്കുണ്ട് ഖുദ്റത്തുൻ കഴിവ്, അലാ അഅമാലിഹിം അവരുടെ പ്രവൃത്തികൾക്ക്. ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നതിന് ഖുദ്റത്ത് കഴിവ് എനിക്കുണ്ട്. അതേപോലെ തന്നെ ഇറാദത്തിന് ഉദ്ദേശമുണ്ട്. എനിക്ക് ഖുദ്റത്തും കഴിവും അതേപോലെ ഇറാദത്തുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അത് ദാസന്മാർക്കുണ്ട്. ഓരോ ദാസനും അവൻ ചെയ്യുന്ന കർമ്മത്തിന് കഴിവുണ്ട്, അത് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖുഹും ദാസന്മാരെ പടച്ചവനാണ്, വഖാലിഖു ഖുദ്റതഹും വഇറാദതഹും ദാസന്മാരുടെ കഴിവും ഉദ്ദേശവും പടച്ചവനുമാണ്. ഇപ്പൊ ക്ലാസ് എടുക്കാൻ എനിക്ക് ഉദ്ദേശമുണ്ട്, എനിക്ക് കഴിവുണ്ട്, ക്ലാസ് എടുക്കാൻ ഞാനും ഉണ്ട്. എന്നെയും എൻ്റെ ഉദ്ദേശത്തെയും എൻ്റെ കഴിവിനെയും പഠിച്ചതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ശൈഖുൽ ഇസ്ലാം ഉണർത്തുന്നു, കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞു, ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, നിങ്ങളിൽ നിന്ന് ഇസ്തിഖാമത്തിൽ ജീവിക്കുവാൻ ഉദ്ദേശിച്ചവന്, നിങ്ങളിൽ നിന്ന് നേരെ നേർമാർഗത്തിൽ ജീവിക്കുവാൻ ഉദ്ദേശിച്ചവന്, വമാ തശാഊൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഇല്ല അൻ യശാ അല്ലാഹ്
അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ റബ്ബുൽ ആലമീൻ, അള്ളാഹു റബ്ബുൽ ആലമീൻ ആകുന്നു. അപ്പൊ റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നുവോ അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ചാണ്. അപ്പൊ നമ്മൾക്ക് ഉദ്ദേശമുണ്ട്, ഇറാദത്തുണ്ട്, നമുക്ക് കുദറത്തുമുണ്ട്. പക്ഷെ നമ്മളുടെ ഇറാദത്തും കുദറത്തൊക്കെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അതിനെ മുൻകടന്നിട്ടുണ്ട് എന്നർത്ഥം. അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അതാണ് നമ്മളുടെ ഉദ്ദേശം, അതിനെ തുടർന്നാണ് നമ്മുടെ ഉദ്ദേശം. അതേപോലെ തന്നെ നമ്മുടെ കഴിവും. വഹാദിഹി ദറജത്തു മിനൽ ഖദർ, ഖദറിൽ നിന്നുള്ള ഈ ദറജത്തിനെ, ഏത് ദറജത്തിനെ? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതായ ഈ ദറജയെ നമ്മൾ പറഞ്ഞ് അള്ളാഹു എല്ലാം അറിഞ്ഞു, അള്ളാഹു എല്ലാം രേഖപ്പെടുത്തി, അള്ളാഹു എല്ലാം ഉദ്ദേശിച്ചു. ആ ഉദ്ദേശത്തിനനുസരിച്ചാണ് പിന്നീടുള്ളവരുടെ ഉദ്ദേശം, പടപ്പുകളുടെയൊക്കെ ഉദ്ദേശം. അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് അതിന് കീഴിലാണ്. ഈ ദറജയെ യുകദ്ദിബു ബിഹ ആമ്മത്തുൽ ഖദരിയ, ഖദരിയാക്കളിൽ മിക്കരും ഇതിനെ കളവാക്കുന്നു. ഏത് ഖദരിയാക്കൾ? അല്ലദീന സമ്മാഹുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖദരിയാക്കളെ ആണ് പേര് വെച്ചത് മജൂസി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തികളിലെ മജൂസികൾ എന്ന്. മുസ്ലിം സമുദായത്തിൽ മജൂസികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് വെച്ച വിഭാഗമാണ് ഈ ഖദരിയാക്കൾ. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദരിയാക്കൾക്ക് മജൂസ് എന്ന് പേര് വെച്ചത്? മജൂസികളുടെ സ്വഭാവം ഈ ഖദരിയാക്കൾക്ക് ഉള്ളത് കൊണ്ടാണ്. അതെങ്ങനെയാണ്? ഖദരിയാക്കൾ, മജൂസികൾ എന്താ വാദിച്ചത്? മജൂസികളുടെ വാദം നന്മക്ക് ഒരു സൃഷ്ടാവുണ്ട്, തിന്മക്ക് വേറൊരു സൃഷ്ടാവുണ്ട്, രണ്ട് സൃഷ്ടാക്കളുണ്ട്. ഖൈറ് പടക്കുന്നത് ഒരു സൃഷ്ടാവ്, തിന്മ പടക്കുന്നത് വേറൊരു സൃഷ്ടാവ്. നന്മയുടെ സൃഷ്ടാവാണ് പ്രകാശം, തിന്മയുടെ സൃഷ്ടാവാണ് ഇരുട്ട്. ഇതാണ് ആരുടെ വിശ്വാസം? മജൂസികളുടെ വിശ്വാസം. അപ്പൊ രണ്ട് സൃഷ്ടാക്കളെ എന്ത് ചെയ്ത് ഇവര് സ്ഥാപിച്ചു, ആര്? മജൂസികൾ. എന്തുകൊണ്ടാണ് ഖദരിയാക്കളിലെ ഈ വിഭാഗത്തെ റസൂലുള്ള ഈ മജൂസികളോട് ഉപമിച്ചത്? ഖദരിയാക്കൾ മജൂസികളെ പോലെ രണ്ട് സൃഷ്ടാക്കളെ എണ്ണി. എങ്ങനെ? ഖദരിയാക്കൾ പറഞ്ഞ് പടപ്പുകളുടെ പ്രവൃത്തികൾ അത് പടക്കുന്നത് പടപ്പുകളാണ്, അതിൽ പടച്ചോന് യാതൊരു പങ്കുമില്ല. പടച്ചോന്റെ പ്രവൃത്തികളുണ്ട്, അതിന്റെ സൃഷ്ടാവ് പടച്ചോൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ പടപ്പുകളുടെ പ്രവൃത്തിയോ അതിന്റെ സൃഷ്ടാക്കൾ പടപ്പുകൾ തന്നെ. അപ്പൊ ഇവരെന്ത് ചെയ്ത്? പടപ്പുകളുടെ പ്രവൃത്തിക്ക് ഒരു സൃഷ്ടാവും പടച്ചോന്റെ പ്രവൃത്തിക്ക് അള്ളാഹുവിനെ ഇവര് സ്ഥാപിച്ചു. ഈ രണ്ട് ഖാലിഖിനെ സ്ഥാപിക്കുക എന്നുള്ള വിശേഷണത്തിലാണ് ഈ ഖദരികൾ മജൂസികളോട് ഉപമിക്കപ്പെട്ടത്. ഇവർ മജൂസികളാണ് ഈ ഉമ്മത്തികളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്താ ശരിയായ നിലപാട്? ശരിയായ നിലപാട് അള്ളാഹു ആകുന്നു സൃഷ്ടാവ്. അള്ളാഹു പടപ്പുകളെ പടച്ചു, പടപ്പുകൾ എന്തൊക്കെ പടക്കുന്നുവോ അതിനെയും അള്ളാഹു ആകുന്നു പടച്ചത്. അതിന്റെ അർത്ഥം പടപ്പുകൾക്ക് ഒരു കഴിവുമില്ല എന്നല്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല പടപ്പുകൾക്ക് ഉദ്ദേശവും കഴിവും നൽകിയിട്ടുണ്ട്. പടപ്പുകളെ പടച്ച അള്ളാഹു അവരുടെ കഴിവുകളെയും അതേപോലെ തന്നെ അവരുടെ ഉദ്ദേശത്തെയും പടച്ചു. പടപ്പുകളുടെ പ്രവൃത്തികളിൽ പടച്ചോന് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് പടപ്പുകളുടെ പ്രവൃത്തികളിൽ സൃഷ്ടാക്കൾ പടപ്പുകൾ തന്നെ എന്ന് ഖദരിയ കക്ഷി ജൽപ്പിച്ചത് കാരണത്താലാണ് അവർ രണ്ട് സൃഷ്ടാക്കളെ വിശ്വസിക്കുന്നവരാണ് എന്ന അർത്ഥത്തിൽ അവർ ഈ ഉമ്മത്തികളിലെ മജൂസികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞത്. അപ്പോ അള്ളാഹുവിന്റെ മശീഅത്തിനെ കളവാക്കുന്നവരാണ്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കളവാക്കുന്നവരാണ് ആര്? ഖദരിയാക്കളിലെ ഈ വിഭാഗം ആളുകൾ. അള്ളാഹു പറഞ്ഞ എന്താ? വമാ തശാഊൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഇല്ല അയ്യശ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ. അപ്പൊ നമ്മളുടെ ഉദ്ദേശത്തിനെ മുൻകടന്ന് അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അള്ളാഹു എന്താണ് തീരുമാനിച്ചത്?
ഉദ്ദേശിച്ച് തീരുമാനിച്ചത്, അതിനനുസരിച്ചാണ് ഇവിടെ ഒക്കെ നടന്നു പോകുന്നത്. ഇപ്പൊ നമ്മളുടെ ഈ ക്ലാസ് ഇവിടെ നടക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ്. ഖദരിയാക്കളുടെ വിശ്വാസപ്രകാരം അള്ളാഹിന്റെ തീരുമാനം ഇതിന് മുൻകടന്ന് വന്നിട്ടില്ല. പിന്നെയോ ഇത് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ നടക്കണമാണ്. ഇതിനൊരു തീരുമാനവും മുൻ നിശ്ചയവും അള്ളാഹുവിൽ നിന്നുള്ള ഇല്ല എന്നുള്ളതാണ്. അത് മഹാ അപകടമാണ്. വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾക്ക് എതിരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ തശാഊൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നുവോ അതെല്ലാം അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മറ്റൊരു കക്ഷിയെ കുറിച്ച് പിന്നീട് പറയണം. വയഗ്ലു ഫീഹ, ഈ വിഷയത്തിൽ അഥവാ അള്ളാഹുവിന്റെ മശീഅത്തിന്റെ വിഷയത്തിൽ അതിരുവിട്ടു ഖൗമൻ മിൻ അഹ്ലിൽ ഇസ്ബാത്ത്, ഇസ്ബാത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട ഒരു വിഭാഗം, അഥവാ അള്ളാഹ്ക്ക് മശീഅത്ത് ഉണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പൊ അള്ളാഹ്ക്ക് ഉദ്ദേശം മുൻകടന്നിട്ടുണ്ട് എന്നുള്ളതിന് നിഷേധിക്കുന്നവരാണ് ഖദരിയാക്കൾ. എന്നാൽ അള്ളാഹ്ക്ക് മശീഅത്ത് ഉണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തു? തീവ്രരായി. അങ്ങനെ ഹത്ത യസ്ലുബു അൽ അബ്ദ ഖുദ്റതഹു വഖ്തിയാറഹു, അവർ ദാസന്റെ കഴിവും അതേപോലെ തന്നെ ദാസന്റെ ഇഖ്തിയാറും തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അതിനെ അവർ എന്ത് ചെയ്ത്? തട്ടിയെടുത്ത്. വയുഖ്രിജൂന അൻ അഫ്ആലിഹി വഅഹ്കാമിഹി, അള്ളാഹുവിന്റെ പ്രവൃത്തികളെ തൊട്ടും അള്ളാഹുവിന്റെ വിധികളെ തൊട്ടും അവർ പുറത്തു കൊണ്ടുവന്നു. ഹികമഹ വ മസാലിഹഹ, അള്ളാഹുവിന്റെ പ്രവൃത്തികളുടെ തേട്ടങ്ങളും അതിൻ്റെ യുക്തിയും അവരെന്ത് ചെയ്തു? പുറത്തു ആക്കി. എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ജബരിയ എന്ന് പറയുന്ന കക്ഷിയാണ് ഇതിന്റെ ഉദ്ദേശം. അഥവാ ഖദരിയ കക്ഷി അള്ളാഹുവിന്റെ മശീഅത്തിനെ കളവാക്കി. എന്നാൽ ജബരിയ കക്ഷി അള്ളാഹുവിന്റെ മശീഅത്ത്, അള്ളാഹുവിന്റെ ഉദ്ദേശം എല്ലാത്തിനെയും മുൻകടന്നു എന്നുള്ളതിനെ സ്ഥാപിച്ചു. പക്ഷെ അവർ അതിരുവിട്ട് അവരെന്ത് പറഞ്ഞു? ദാസന് യാതൊരു സ്വാതന്ത്ര്യമല്ല, ദാസന് യാതൊരു നിശ്ചയമല്ല, ദാസന് യാതൊരു കഴിവുമില്ല. ദാസന്റെ അവസ്ഥ എന്താ? അടിമകളുടെ അവസ്ഥ കാറ്റിൽ ഉലയുന്ന വൃക്ഷത്തിന്റെ ശിഖരത്തെ പോലെ, കാറ്റിൽ പറക്കുന്ന ധൂളിയെപ്പോലെ, തൂവൽ പോലെ. ദാസന് യാതൊരു സ്വാതന്ത്ര്യമല്ല, യാതൊരു ഉദ്ദേശമല്ല. എല്ലാ ഉദ്ദേശം അള്ളാഹുവിൻ്റെത് മാത്രം. ദാസന് വെറും കാറ്റിൽ ഉലയുന്ന കൊമ്പ് പോലെ മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞു. വമാ തശാഊൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അള്ളാഹു ഇവിടെ ദാസനിലേക്ക് ഉദ്ദേശത്തെ ചേർത്തിട്ടുണ്ട്. ഈ ഭാഗം ഈ ഖദരിയ വിശ്വാസപ്രകാരം അവർ സമ്മതിക്കൂല. യഥാർത്ഥത്തിൽ നമുക്ക് ഉദ്ദേശമുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സ്വാതന്ത്ര്യമുള്ളവനായിട്ടും മേധാശക്തിയുള്ളവനായിട്ടും തെരഞ്ഞെടുക്കുവാൻ അവസരമുള്ളവനായിട്ടാണ് ഇവിടെ പടക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന്മാരെന്ത് ചെയ്യണത്? അവരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നത്, അവരുടെ ഉദ്ദേശപ്രകാരം അനുഷ്ഠിക്കുന്നത്. പക്ഷേ മനുഷ്യർ എന്ത് ഉദ്ദേശിക്കുന്നു, അനുഷ്ഠിക്കുന്നു, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി ഉദ്ദേശിച്ചതും നിശ്ചയിച്ചതുമാണ്. ഖദരിയാക്കൾ ഈ മുൻകൂട്ടിയുള്ള നിശ്ചയത്തെ കളവാക്കി. എന്നിട്ട് എന്ത് ചെയ്ത്? അവർ മനുഷ്യന്മാരുടെ ഉദ്ദേശത്തെയും കഴിവിനെയും സ്ഥിരീകരിച്ച്. എന്നാൽ ജബരിയ കക്ഷികൾ, അതായത് മനുഷ്യന് ഒരു സ്വാതന്ത്ര്യമല്ല, മനുഷ്യൻ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനും തീരുമാനത്തിനും നിർബന്ധിതനാണ്. കാറ്റിൽ ഉലയാൻ വിധിക്കപ്പെട്ട വൃക്ഷത്തെ പോലെ ഉലഞ്ഞാടുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആ അള്ളാഹുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി പ്രവർത്തിക്കാനല്ലാതെ ദാസന് ഒരു സ്വാതന്ത്ര്യവുമില്ല എന്നാണ് ജബരിയ കക്ഷി പറഞ്ഞത്. അത് പിഴവാണ്. വിശുദ്ധ ഖുർആന്റെ തേട്ടത്തിന് എതിരാണ്. കാരണം മനുഷ്യന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശം സ്ഥാപിച്ചിട്ടുണ്ട്, മനുഷ്യന്മാർക്ക് കഴിവുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനുഷ്യരുടെ ഉദ്ദേശവും കഴിവും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന് അള്ളാഹുവിന്റെ ഉദ്ദേശം മുൻകടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ജബരിയ കക്ഷി അവർ മനുഷ്യന്മാരുടെ കഴിവും അവരുടെ ഇഖ്തിയാറും തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവരതിൽ എന്ത് ചെയ്ത്? മനുഷ്യന്മാരിൽ നിന്ന് ഊരിയെടുത്ത് എന്നിട്ട് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ നിർബന്ധിതനായി ചലിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമാണ് മനുഷ്യൻ എന്നാണ് ജബരിയാക്കൾ പറഞ്ഞത്.
ജബരിയാക്കളുടെ നിലപാടും തെറ്റാണ്, ഖദരിയാക്കളുടെ നിലപാടും തെറ്റാണ്. ശരി, പ്രമാണങ്ങളോട് ഒത്ത നിലപാട്, അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഉണർത്തിയതുപോലെ അള്ളാഹു മനുഷ്യരെ പടച്ചു, മനുഷ്യരുടെ പ്രവൃത്തികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചു. മനുഷ്യർക്ക് ഉദ്ദേശമുണ്ട്, വേണ്ടുകയുണ്ട്, മനുഷ്യന്മാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മനുഷ്യന്മാരുടെ ഉദ്ദേശവും മനുഷ്യന്മാരുടെ പ്രവൃത്തിയും സ്വാതന്ത്ര്യവും അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ചാണ്. അതിനെയെല്ലാം മുൻകടന്ന് അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഉണർത്തിയത്. ഇനി ഖളാ ഖദറുമായി ബന്ധപ്പെട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അൽ അഖീദത്തുൽ വാസിത്തിയയിൽ പറഞ്ഞ ഭാഗമാണ് ഇവിടെ വിശദീകരിച്ചത്. അടുത്ത് ശൈഖുൽ ഇസ്ലാം അൽ അഖീദത്തുൽ വാസിത്തിയയിൽ തുടർത്തി സംസാരിക്കുന്നത് ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ഖളാ ഖദറുമായി ബന്ധപ്പെട്ടതുപോലെ തന്നെ ഇസ്ലാമിക ലോകത്ത് പിഴച്ച കക്ഷികൾ പിറന്ന ഒരു മസ്അലയാണ് ഈമാൻ. അതുമായി ബന്ധപ്പെട്ടുള്ള മസ്അല, അഥവാ ഈമാൻ എന്ന് പറഞ്ഞാൽ കേവലം സത്യപ്പെടുത്തൽ മാത്രമാണോ, അതല്ല മനുഷ്യന്മാരുടെ വാക്കുകളും പ്രവൃത്തികളും ഈമാനിൽ ഉൾപ്പെടുമോ തുടങ്ങിയുള്ള വിഷയം അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ നമുക്ക് ആ ഭാഗം വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.